നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ 12 വർഷമായി തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന കുറച്ച് വ്യക്തികളുടെ അല്ലെങ്കിൽ കുറച്ച് നക്ഷത്ര ജാതകരുടെ ഫലങ്ങളാണ് അറിയുവാനായിട്ട് പോകുന്നത്. എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരുപാടൊന്നും പണം സേവ് ചെയ്യാൻ പറ്റാതെ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് വലിയ രീതിയിലുള്ള അനുഗ്രഹം കടന്നു വരുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കഷ്ടതകൾ മാറി ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. പ്രധാനമായും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ധാരാളം ധനവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമൊക്കെ നിങ്ങൾ നേടിയെടുക്കും. അത്തരത്തിൽ ഭാഗ്യശാലികളായ 10 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതകർ ആരാണെന്നും ഈ പറയുന്ന നക്ഷത്ര ജാതകരിൽ നിങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രാർത്ഥനകൾ രേഖപ്പെടുത്തുവാനും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ നക്ഷത്ര ജാതകരിൽ, അതായത് ഈ 10 നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്ര ജാതകരാണ്. പ്രധാനമായും തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്നതും ബിസിനസ്സിൽ വളരെ മികച്ച ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും. ആദ്യം ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടകാലങ്ങളൊക്കെയും മാറി തൊഴിൽപരമായി വലിയ രീതിയിലുള്ള ഉന്നതികൾ നിങ്ങൾക്ക് ലഭ്യമാകും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പിതൃക്കളുടെ അനുഗ്രഹം ഏറ്റവും ശക്തമായി കുടികൊള്ളുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് വലിയ കോടീശ്വര യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സകല കഷ്ടതകളും അനുഭവിച്ച് ജീവിതത്തെ ഒരു വിജയം നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ ഉത്രമാണ്. ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ധനലാഭമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുവാൻ പോകുന്ന ഒരു നക്ഷത്ര ജാതകരാകുന്നു ഉത്രം നക്ഷത്ര ജാതകർ. ഇനി നാലാമത്തെ നക്ഷത്ര ജാതകർ ആയില്യമാകുന്നു. കുടുംബപരമായിട്ട് ഐശ്വര്യവും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുവാൻ കഴിയും. സ്വന്തമായി വീട് വയ്ക്കുവാനും വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുമൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. കൂടാതെ ഒരു വലിയ ലോട്ടറി ഭാഗ്യവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇനി അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയും തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ആറാമത്തെ നക്ഷത്ര ജാതകർ അത്തമാകുന്നു. നീണ്ട നാളുകളായി മുടങ്ങിക്കിടക്കുന്ന എന്ത് കാര്യം തന്നെ ആകട്ടെ, പണമാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ജീവിതത്തിൽ ഒരു നല്ല സമയം വന്നു ചേരുക തന്നെ ചെയ്യും. ഉറപ്പിച്ച് വിശ്വസിക്കുക, ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കും. ജാതകരെന്ന് പറയുന്നത് അനിഴമാകുന്നു. അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ശനിയുടെ പ്രത്യേക അനുഗ്രഹം ഉള്ളതിനാൽ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങുന്നു. വിചാരിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അടുത്ത നക്ഷത്ര ജാതകർ ചതയമാകുന്നു. ചതയം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോട്ടറി ഭാഗ്യവും വിദേശ യോഗവും അതുപോലെ ഇവരെ തേടിയെത്തും. സങ്കടങ്ങളെല്ലാം മാറി ജീവിതത്തിൽ അനുഗ്രഹം നേടുവാനായിട്ട് സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാകുന്നു. തിരുവോണം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറി പണം നിങ്ങളുടെ കയ്യിലെത്തും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയുണ്ടാകും. നിങ്ങളെ താഴ്ത്തിയ എല്ലാ സംഭവങ്ങളും എല്ലാത്തിനും മുകളിൽ നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. ഏറ്റവും അവസാനത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് പ്രധാനമായും അവിട്ടം നക്ഷത്ര ജാതകരാണ്. അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു
ഈ 10 നക്ഷത്ര ജാതകർ, ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.